ഹലോ, വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഇന്ന് ഒരു ഔട്ടിംഗ് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ എങ്ങോട്ടും കറങ്ങാൻ പോകുന്നല്ല. നമ്മൾ ഇവിടുത്തെ ഉപ്പാടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ജമാൽ അങ്കിൾ എന്നാണ് പേര്. അപ്പോൾ ഞാനിതുവരെ അവരെ കണ്ടിട്ടൊന്നുമില്ല, ഫോട്ടോയിലും കണ്ടിട്ടില്ല, നേരിട്ടും കണ്ടിട്ടില്ല കേട്ടോ. അവരുടെ വീട്ടിലേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ ഉമ്മയും പിന്നെ ഇക്കു എല്ലാവരും താത്ത അവരെ ഫാമിലിയൊക്കെ മുമ്പും പോയിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം, കുറേ ആയി കണ്ടിട്ട് എന്നൊക്കെയുള്ള രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ദുബായിലാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ ജസ്റ്റ് ചായ, ജ്യൂസ്, അതേപോലെ തന്നെ സമൂസ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ വ്ളോഗ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാനുണ്ടാവും, നമ്മൾ ഈ ഒരു ഷോപ്പിൽ നിന്ന് മിനി സമൂസാസ് വാങ്ങാറുണ്ട്. മിക്കപ്പോഴും നമ്മൾ വാങ്ങാൻ വെജിറ്റബിളും അതുപോലെ ചീസുമാണ്. എനിക്ക് ആ ചീസാണ് ഏറ്റവും ഫേവറേറ്റ് കേട്ടോ. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ ഒരു വെറൈറ്റിക്ക് വേറെ 2 ഫ്ലേവറാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഒമാൻ ചിപ്സും അതുപോലെ ഫ്രാൻസിസ്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 2 ഫ്ലേവറിലുള്ള സമൂസയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് എനിക്ക് ചീസിൻ്റെ അത്ര ഇഷ്ടപ്പെട്ടില്ല, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ പിന്നെ നമ്മൾ അതൊക്കെ കഴിച്ച് ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ നമ്മളുടെ യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ കുട്ടീസിനെ മാറി മാറി എടുക്കുന്നുണ്ട്. അയിൻ ബേബി കുറച്ച് ടൈം മടി നിൽക്കും, പിന്നെ റുവ ബേബി അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്താനാവുന്നവരെ അത്യാവശ്യം സ്പീഡിൽ പോയി വേഗം ദുബായ് എത്തി എന്നുള്ള പോലെ തോന്നിയിട്ട. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഫുൾ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവരുടെ വീട്ടിലേക്ക് എത്താൻ വേണ്ടി പിന്നെ ഒന്ന് ലാഗായി. അതിൻ്റെ ഇടയിൽ പിന്നെ അയിൻ ബേബി നല്ല ഉറക്കത്തിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ സണ്ണ് കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അവിടുത്തെ ആ ഒരു ഫ്രെയിമിൽ ഇങ്ങനെ ഇരിക്കണ കാണാനിട്ടാ. അപ്പോൾ ജസ്റ്റ് ബ്രൈറ്റ്നെസ് ഒക്കെ കുറച്ച് ആ ഒരു വീഡിയോ എടുത്തതാണ്. പിന്നെ നമ്മൾ ഈ ഒരു ദുബായ് നൈറ്റ് മാർക്കറ്റില്ലേ, അതിൻ്റെ അടുത്തായിട്ടൊക്കെയാണ് അവരുടെ ഫ്ലാറ്റ് വരുന്നത്. അപ്പോൾ പോണ വഴിക്ക് അത് കണ്ട് അപ്പം ഇങ്ങനെ അത് വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ പോയിട്ടില്ല നൈറ്റ് മാർക്കറ്റിൽ. കുറേ പേര് വീഡിയോസൊക്കെ ഇട്ടിട്ടും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അവരെ ഫ്ലാറ്റിലെത്തി. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ റുവ ബേബിയും ചിയാമും ഏകദേശം സിമിലർ ആയിട്ടുള്ള ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. നല്ല രസമുണ്ടായിരുന്നു രണ്ടുപേരെയും കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവരോട് ചോദിച്ചിട്ടാ എവിടെ കൂടെ വരേണ്ടതെന്നൊക്കെ ഉള്ള വഴിയൊക്കെ ചോദിച്ചു. പിന്നെ നമ്മൾ അവരെ വീട്ടിലേക്ക് നേരെ പോയ അപ്പം തന്നെ പിന്നെ അയിൻ ബേബിക്ക് കരച്ചിലായിട്ടാ. പിന്നെ അവനെ ഫീഡ് ചെയ്യാന്നുള്ള രീതിയിൽ റൂമിൽ വന്ന് അയിൻ ബേബിനെ ഫീഡ് ചെയ്ത് അപ്പോൾ കുറച്ച് സമാധാനമായിട്ടുണ്ട്, നല്ല കുട്ടിയായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ പോയി. പിന്നെ റുവ ബേബിക്കാണെന്നുണ്ടെങ്കിൽ ഒരു ക്യാറ്റിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവിടെ അവർ വളർത്തണ ഒരു ക്യാറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ഞാൻ വിചാരിച്ചു ഇപ്പോൾ റുവാക്ക് ആദ്യമൊക്കെ നല്ല ഇഷ്ടമായിരുന്നു, പക്ഷെ ഇപ്പോൾ സാധാരണ ക്യാറ്റിനെ കാണുമ്പോൾ അവൾ പേടിക്കാറുണ്ട്. അപ്പോൾ അവൾക്ക് പേടിയാന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷെ അവൾ നല്ല ക്യാറ്റിനൊക്കെ തൊട്ട് കളിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അവർ നമുക്ക് ജ്യൂസും അതുപോലെ കുറച്ച് സ്നാക്സൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി അതൊക്കെ ഇരുന്ന് കഴിച്ച് അതിലൊരു ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു സ്നാക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അത് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി, അങ്ങനെ ആരും ഉണ്ടാക്കിയിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് ടൈം അവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന്. പിന്നെയും അയിൻ ബേബി കരച്ചിലായപ്പോൾ അവനെ ഫീഡ് ചെയ്തതിന് ശേഷം പിന്നെ പാമ്പേഴ്സും അതുപോലെ ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി ഇപ്പോൾ വേറെ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ബേബിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നല്ല ഉഷാറായി ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് കിടക്കായിരുന്നു കേട്ടോ. റുവാക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നപ്പോൾ പിന്നെ ഭയങ്കര ഹാപ്പി ആയിട്ട് അവൾക്ക് കളിക്കാനൊക്കെ കുറേ സ്ഥലം കിട്ടിയ പോലെ ആയിരുന്നു. ചിയാമുനായിട്ട് കളിക്കുകയും പിന്നെ ഇതേ ടി വിയിൽ ഡോറാബുച്ചിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ ഹാപ്പിനെസ്സിലായിട്ട് അവളിങ്ങനെ നടക്കുകയാണ് കേട്ടോ. ചിയാമുക്കാണെന്നുണ്ടെങ്കിലും അവിടെ പോയപ്പോൾ വേറൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ മോനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ ആയിട്ട് മറ്റേ ഹൈഡ് ആൻഡ് സീക്കൊക്കെ കളിക്കുമായിരുന്നു. അതിനുശേഷം നമ്മൾ പോവാന്ന് പറഞ്ഞതാണ്. അപ്പോൾ പിന്നെ ഫുഡ് കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഇരുന്ന് അങ്ങനെ പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്ലാറ്റർ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഐറ്റംസൊക്കെ എടുത്ത് കഴിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ ആയിരുന്നു. നമ്മൾ അവരെ വീട്ടിൽ പോണ ടൈമിൽ താത്ത ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കേക്ക്. ഇത് വൈറ്റ് ചോക്ലേറ്റ് മാംഗോ കേക്കാണ്. അപ്പോൾ അത് ചിയാമുനെ വെച്ചിട്ട് കട്ട് ചെയ്തിരുന്നിട്ട്. അപ്പോൾ ചിയാമുന് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യിപ്പിച്ച് അങ്ങനെ പിന്നെ നമ്മൾ പറഞ്ഞതാണ് നമുക്ക് കേക്ക് കട്ട് ചെയ്യേണ്ട, നമ്മൾ ഓൾറെഡി താത്താടെ കേക്കിൻ്റെ ടേസ്റ്റൊക്കെ അറിയണതാണല്ലോ. അപ്പോൾ അവർ ടേസ്റ്റ് ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. പിന്നെ അവർ നിർബന്ധിച്ച് നമുക്കിപ്പോൾ തന്നെ കട്ട് ചെയ്യാൻ എല്ലാവർക്കും കൂടി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ റുവ ബേബിക്കും ഒരു പ്ലേറ്റിലിട്ടിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് പിന്നെ നമ്മളെല്ലാവരും കൂടി കേക്കൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ കുറേ ടൈം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളുടെ ചാനലിനെ പറ്റിയിട്ടും വ്ളോഗിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചിയാമുനും വ്ളോഗ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കാണിച്ചു കൊടുക്കണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്.
അപ്പോൾ പോണ വഴിക്ക് റുവ ബേബിക്കാണെന്നുണ്ടെങ്കിൽ ആ സംഭവങ്ങളൊന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫുഡ് അത് കുറച്ച് സ്പൈസി ആയിരുന്നല്ലോ, അപ്പോൾ അവൾക്ക് അതൊന്നും കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാന്നുള്ള രീതിയിൽ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് റുവാക്ക് ഇഷ്ടമുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ കൊടുത്ത് പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോയി. അതൊക്കെയാണ് ഈ ഒരു ഡേയിലെ വിശേഷം. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നെക്സ്റ്റ് ഡേയിലെ കുറച്ച് വിശേഷങ്ങളും കൂടി ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഡേ തന്നെ താത്താടെ അവിടെ ഞങ്ങളെ വിരുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. രാത്രിക്കൽക്കാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരും റെഡി ആയിട്ട് താത്താടെ അവിടേക്ക് പോവാണ്. ചിയാമ്മ ഓൾറെഡി നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവളായിട്ട് പോണ വഴിക്ക് പിന്നെ ചിതു പുറത്ത് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനെയും മീറ്റ് ചെയ്ത് പിന്നെ നമ്മൾ നടന്നുകൊണ്ടിരിക്കേണ്ട. നമ്മൾ അവിടെ നിന്ന് നടക്കാനുള്ള ഡിസ്റ്റൻസ് അല്ലേ ഉള്ളൂ അവരുടെ വീട്ടിലേക്ക്. അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ട് പോവാണ്. അയിൻ ബേബീനെ ഇതേ ഉമ്മ എടുത്തിട്ടുണ്ട്. അയിൻ ബേബി ഇങ്ങനെ ഭയങ്കരമായിട്ട് നോക്കിയിട്ടൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ തോളിൽ. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോഴാണെന്നുണ്ടെങ്കിൽ താത്തയും അളിയനും ഒക്കെ നമ്മളെ ഫുഡ് പ്രിപ്പറേഷൻ പരിപാടിയിലാണ്. അപ്പോൾ താത്ത കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അളിയനാണെന്നുണ്ടെങ്കിൽ ഇവിടെ മീനൊക്കെ ഫ്രൈ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ മെനു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷ് ബിരിയാണിയും അതേപോലെ തന്നെ പൊറോട്ട ചില്ലി ചിക്കനുമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒക്കെ പ്രിപ്പറേഷനിലാണ് ഇവർ. പിന്നെ വേറൊരു ഹാപ്പി ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം താത്ത ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ കഴിക്കാൻ തോന്നുന്നത്, എന്ത് ഫുഡ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ. അപ്പോൾ തന്നെ ഞാൻ കയറിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ബ്രൗണിയാണ് തിന്നാൻ തോന്നുന്നത്, ബ്രൗണി വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ താത്ത അത് ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഓൾറെഡി നാട്ടിൽ പോകുന്നതിന് മുമ്പായിട്ട് ഒരു ദിവസം താത്താട് പറയണം, താത്താടെ ബ്രൗണി കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ താത്ത ചോദിച്ചൊരു സ്ഥിതിക്ക് ഞാനത് പറഞ്ഞതാണ്. അങ്ങനെ പിന്നെ സർപ്രൈസിംഗ്ലി ഞാൻ അവിടെ എത്തിയപ്പോൾ തന്നെ താത്ത കാണിച്ചെന്ന് നീ പറഞ്ഞ ബ്രൗണി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ബ്രൗണിയൊക്കെ സെറ്റാണ്. പിന്നെ അതേ ഉമ്മ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വൈകുന്നേരമല്ലേ അപ്പോൾ എല്ലാവർക്കും ഒന്നിച്ച് ചായ ഒക്കെ കുടിക്കാന്നുള്ള രീതിയിൽ ചായ ഗ്ലാസ്സിൽ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് ചായക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ചായ ഒക്കെ കുടിച്ച്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എപ്പോഴും ചെയ്യാമോ ഈ ഒരു ക്യാപ്പ് കാണിച്ചു തരലുണ്ട് കേട്ടോ. റുവാക്ക് പാകം ഉണ്ടാവും കൊണ്ടുപോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എല്ലാ പ്രാവശ്യം മറക്കും അത് എടുത്തിട്ട് വരാനിട്ടാ. ഇപ്രാവശ്യം അതുപോലെ തന്നെ റുവാനെ കണ്ടപ്പോൾ തന്നെ ഇത് കൊടുക്കണുണ്ട് കേട്ടോ അവൾക്ക്. ചിയാമുൻ്റെ വേറെ ഉണ്ട് കുറച്ചും കൂടി ബിഗ് ആയിട്ടുള്ളത്. അപ്പോൾ ക്യാപ്പൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പിയായി. ഇപ്പോൾ റുവ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റിൻ്റെ മിറർ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നോക്കിയിട്ടാണ് ഫുൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡാൻസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കേണ്ട. അപ്പോൾ ബേബി ഷാർക്കിൻ്റെ പാട്ട് ചിതു പാടിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിന് സ്റ്റെപ്പൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഞാൻ കിച്ചണിൽ പോയി നോക്കിയപ്പോൾ ഇതേ ദമ്മിടൽ പരിപാടിയിലാണ്. അപ്പോൾ റൈസും പിന്നെ ഫിഷും സംഭവങ്ങളൊക്കെ മസാല ഒക്കെ ഇട്ട് മല്ലിയില കാര്യങ്ങളൊക്കെ ഇട്ട് നെക്സ്റ്റ് ലെയർ റൈസ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലും കുറച്ച് മല്ലിയില നമ്മളുടെ ഫ്രൈഡ് ഓണിയനും സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യും മുകളിൽ സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ താത്ത ഒരു സ്പെഷ്യൽ സംഭവം കൂടി ഇതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ടുണ്ട്. അതാണ് ബിരിയാണി എസൻസ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് അത് കാണുന്നത്. നമ്മൾ ബിരിയാണിയിൽ പൈനാപ്പിൾ എസൻസ് ഒക്കെ ഒഴിക്കണ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ബിരിയാണി എസൻസ് തന്നെ ഉണ്ട് എന്നുള്ളത് ഞാൻ അപ്പോഴാണ് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്നും കുറച്ചൊക്കെ ഒഴിച്ച് വെച്ച് അടച്ച് വെച്ചിട്ട് ദമ്മാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ചില്ലി ചിക്കനും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ ഓൾറെഡി സെറ്റാണ്. ഇനി നമ്മൾ ഫുഡ് കഴിക്കാണ്ടിരിക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരാളെയും കൂടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇക്ക വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇക്ക ക്രിക്കറ്റ് കളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് വരുള്ളൂ. അപ്പോൾ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും 11 o'clock ഒക്കെ കഴിയുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു ടൈമിൽ കുട്ടീസിനൊക്കെ അയിൻ ബേബിനെ മടിയിൽ വെക്കണം എന്ന് പറഞ്ഞിട്ട് ആദ്യം ചെയ്യാമ്പോൾ കുറച്ച് ടൈം മടിയിലെത്തി. പിന്നെ ചിതു കുറച്ച് ടൈം മടിയിലെത്തിയിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ റുവ ബേബിയും ചെയ്യാമ്പോൾ കൂടിയിട്ട് ഭയങ്കര കളിയിലാണ്. ബുക്കിൽ പെൻസിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം പിന്നെ എത്തി ഫ്രഷ് ആയതിന് ശേഷം നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ. ബിരിയാണി ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്, ചില്ലി ചിക്കൻ ആണെന്നുണ്ടെങ്കിലും നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച്. അപ്പോൾ കഴിക്കണ ടൈമിൽ അയിൻ ബേബി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അയിൻ ബേബിനെ അളിയൻ്റെ കയ്യിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അളിയന് അയിൻ ബേബിനൊക്കെ പിടിച്ച് കളിപ്പിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മളുടെ ബ്രൗണി എടുത്ത്. അപ്പോൾ ബ്രൗണി മാത്രമല്ല കേട്ടോ, നമ്മളൊരു കോമ്പിനേഷനാണ് ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. ബ്രൗണി, ഗുലാബ് ജാമുൻ, വാനില ഐസ്ക്രീം, ഇത് മൂന്നും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഇന്ന് സെറ്റ് ചെയ്യണത്. അപ്പോൾ ബ്രൗണിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ മുകളിലത്തെ ഭാഗം കാണാൻ നല്ല കിടിലനായിരുന്നു. അപ്പോൾ അത് മൂന്നും കൂടിയിട്ട് നമ്മൾ ഓരോ ബൗളിലും സെറ്റ് ചെയ്ത് അങ്ങനെ എല്ലാവർക്കും കൊടുക്കുകയാണ് കേട്ടോ. അതെടുത്തിട്ട് എനിക്ക് ബ്രൗണി ഓൾറെഡി നല്ല ഇഷ്ടമുള്ള കാരണം കൊണ്ട്
ഇത് എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കണേക്കാട്ടി എനിക്കിഷ്ടം പേഴ്സണലി ആ ബ്രൗണി മാത്രം തന്നെ തിന്നണതാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ കഴിച്ചപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ അങ്ങനെ തന്നെയല്ലേ, ബ്രൗണിൻ്റെ മുകളിൽ ഐസ്ക്രീമൊക്കെ ഇട്ടിട്ടല്ലേ തരാം. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ നല്ലതാണ്, വെറുതെ കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ഗുലാബ് ജാമുൻ്റെ ആ ഒരു സിറപ്പ് ഉണ്ടല്ലോ, അതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് അതൊക്കെ കഴിച്ച്, അപ്പോൾ പിന്നെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നിട്ട് നല്ലോണം ലേറ്റായിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോയത്. വീട്ടിലെത്തുമ്പോൾ ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ദിവസത്തെയും കൂടിയും വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ.